നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പറയുന്ന പോലൊരു അനുഭവം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടില്ലേ എന്ന് പറയണം. ഏതെങ്കിലും ഒരു കടയിൽ കയറി നമ്മൾ സാധനം വാങ്ങുന്നു, QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കാൻ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫോണിൽ റേഞ്ച് പോകുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ റേഞ്ച് ഉണ്ട്, പക്ഷേ വരുന്ന മെസ്സേജ് ഇതാണ്: ബാങ്ക് സെർവർ ഡൗൺ ആണ്. ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മിൽ പലരും UPI സൗകര്യമുള്ളതുകൊണ്ട് പേഴ്സ് കയ്യിൽ കരുതാതെയാണ് പലപ്പോഴും പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ പലരുടെയും ഒരു പേഴ്സ് കൂടിയാണ് ഫോണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു സാഹചര്യം ഇനി ഉണ്ടായാൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഇനി മൊബൈൽ ഡാറ്റയോ വൈഫൈയോ എന്തിനേറെ റേഞ്ച് പോലുമോ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് UPI വഴി പണം കൊടുക്കാനാവും. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI കൊണ്ടുവന്ന വിപ്ലവകരമായ UPI ലൈറ്റ് എക്സ് എന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ സൗകര്യം എല്ലായിടത്തും ഇപ്പോൾ പൂർണ്ണമായിട്ട് ലഭ്യമായി തുടങ്ങിയിട്ടില്ല എങ്കിലും വൈകാതെ നമ്മിൽ എല്ലാവരുടെയും കൈകളിലേക്ക് ഇത് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇന്റർനെറ്റ് ഇല്ലാതെ പണം അയച്ചു കൊടുക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതിനായി ഉപയോഗിക്കുന്നത് NFC അഥവാ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. നമ്മൾ മെട്രോ കാർഡുകൾ ടാപ്പ് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഫോൺ വ്യാപാരിയുടെ ഫോണിലോ POS മെഷീനിലോ തൊട്ടടുത്ത് വെച്ചാൽ മേൽപ്പറഞ്ഞ തുക കൈമാറ്റം ചെയ്യപ്പെടും. സാധാരണ UPIയിൽ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ടാണ് ബാങ്ക് സെർവർ വഴി പോകുന്നത്. എന്നാൽ UPI ലൈറ്റ് എക്സിൽ നിങ്ങളുടെ ഫോണിനുള്ളിൽ തന്നെ സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ വാലറ്റ് ഉണ്ടാവും. ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് ഈ വാലറ്റിൽ നിന്നാണ് പണം നേരിട്ട് വ്യാപാരിയുടെ വാലറ്റിലേക്ക് റേഡിയോ ഫ്രീക്വൻസി വഴി കൈമാറ്റം ചെയ്യപ്പെടുന്നത്. സുരക്ഷ മുൻനിർത്തി റിസർവ് ബാങ്കും NPCIയും ഇതിന് കൃത്യമായ ചില പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒറ്റത്തവണ പരമാവധി നിങ്ങൾക്ക് അയക്കാവുന്ന തുക 500 രൂപ മാത്രമാണ്. വാലറ്റ് ബാലൻസ് സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഓഫ്ലൈൻ വാലറ്റിൽ ഒരേ സമയം പരമാവധി 2000 രൂപ വരെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയും. ഒരു ദിവസം ആകെ 4000 വരെയുള്ള ഓഫ്ലൈൻ ഇടപാടുകൾ നിങ്ങൾക്ക് നടത്താൻ കഴിയും. കടകളിൽ വെച്ച് പണം അടയ്ക്കുമ്പോൾ ഓരോ തവണയും UPI പിൻ അടിച്ചു കൊടുക്കേണ്ടതില്ല. അതിനാൽ തന്നെ തടസ്സമില്ലാതെ വളരെ വേഗത്തിൽ നിങ്ങളുടെ ഇടപാട് പൂർത്തിയായി ലഭിക്കും. ഇനി നിങ്ങളുടെ ഫോണിൽ ഇതെങ്ങനെ സജീവമാക്കാം, എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പേ, ഫോൺ പേ, ഭീം തുടങ്ങിയ UPI ആപ്പുകൾ തുറന്നിട്ട് പ്രൊഫൈൽ അല്ലെങ്കിൽ പേയ്മെന്റ് സെറ്റിംഗ്സിൽ പോയി UPI ലൈറ്റ് അല്ലെങ്കിൽ UPI ലൈറ്റ് എക്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ട് UPI പിൻ നൽകി ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ആവശ്യമായ തുക, ഉദാഹരണത്തിന് 1000 അല്ലെങ്കിൽ 2000 രൂപ ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരിക്കൽ മാത്രം നിങ്ങൾ പിൻ നമ്പർ നൽകിയാൽ മതി. നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് തുറന്ന് NFC നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഓൺ ചെയ്യണം. ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഓഫ്ലൈൻ പേയ്മെന്റിന് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്തും വ്യാപാരിയുടെ NFC സ്വീകരണ സംവിധാനമുള്ള ഫോൺ ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് പണം അയച്ചു കൊടുക്കാം. പക്ഷെ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ കൈവശവും നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഇപ്പോഴുള്ള പുതിയ തലമുറ ഫോണുകളിൽ മിക്കതിലും ഈ സംവിധാനം ഉണ്ടായിരിക്കും. പലർക്കുമുള്ള വലിയൊരു സംശയമാണ്, ഫോൺ പോയാൽ നമ്മുടെ വാലറ്റിലെ പണം നഷ്ടപ്പെട്ടു പോകുമോ എന്ന്. ഫോൺ ലോക്കും ബയോമെട്രിക് സുരക്ഷയും ഉള്ളതിനാൽ മറ്റൊരാൾക്ക് നിങ്ങളുടെ അനുമതിയില്ലാതെ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാലോ? ഫോൺ നഷ്ടപ്പെട്ടാലും ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ വാലറ്റ് ബ്ലോക്ക് ചെയ്യാനും നിങ്ങളുടെ ബാങ്കിന്റെ പോളിസി അനുസരിച്ച് ബാക്കി തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരികെ റീഫണ്ടായി നേടാനും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ വ്യാപാരികൾക്കും ഇത് വളരെ ലാഭകരമാണ്. വില കൂടിയ POS മെഷീനുകൾക്ക് പകരം വ്യാപാരികൾക്ക് അവരുടെ സാധാരണ NFC ഫോണുകൾ ഉപയോഗിച്ച് തന്നെ ഉപഭോക്താക്കളിൽ നിന്ന് പണം സ്വീകരിക്കാൻ കഴിഞ്ഞേക്കാം. നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ മൂലം പണമിടപാടുകൾ മുടങ്ങുന്ന മലയോര മേഖലകളിലും അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങുകളിലും യാത്രാവേളകളിലും ഒരുപോലെ ഉപകാരപ്പെടുന്ന മികച്ചൊരു സാങ്കേതിക വിദ്യ കൂടിയാണിത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ഇത്തരം പുതിയ അറിവുകൾ തത്സമയം നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണാം. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.